ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഉത്തരാഖണ്ഡിൽ നിന്ന് ഡൽഹി എയർപോർട്ടിലേക്ക് പോവുകയാണ്. 5-6 മണിക്കൂർ എടുക്കും. രാത്രി 10:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ഒരു 8:30 അവിടെ എത്തണ്ടായി ഞങ്ങൾക്ക്. പക്ഷെ ഡൽഹിയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വൈകുന്നേരം 5 മണി 6 മണി ആ സമയത്തൊക്കെ നല്ല ട്രാഫിക് ജാമായിരിക്കും. അപ്പോൾ നമ്മൾ എത്താൻ വൈകുന്ന പേടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, 5 മണിയാകുമ്പോൾ അവരോട് പറഞ്ഞു നമുക്ക് 7 മണിയാകുമ്പോൾ എത്തേണ്ടതെന്നു. പക്ഷെ നമ്മൾ 5 മണിയാകുമ്പോൾ തന്നെ എത്തിച്ചു. നമ്മളിപ്പോൾ പോയിട്ട് അവിടെ ഒരു 2-3 മണിക്കൂർ വെറുതെ ഇരുന്നാലും ട്രാഫിക് ജാമിൽ പെട്ട ടെൻഷൻ അനുഭവിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ടെൻഷൻ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമായിട്ട് നിങ്ങളിതിനെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എവിടെ പോകുന്നതാണെങ്കിലും എപ്പോഴും ഇപ്പോൾ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയുള്ള സ്ഥലത്ത് പോകുന്നതാണെങ്കിൽ നമ്മൾ ഇപ്പോൾ 10 മണിക്കാണ് ട്രെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എങ്കിൽ നമ്മൾ ഫ്ലൈറ്റിന് പിന്നെ 2 മണിക്കൂർ മുന്നേ നമ്മൾ ഉറപ്പായിട്ട് എത്തണം. പക്ഷേങ്കിൽ ട്രെയിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ അങ്ങനെയൊക്കെ പോകുന്നാൽ നമ്മൾ ആ നമുക്ക് ടെൻഷൻ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ കുറക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ ഇക്കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഒരുമയാണ് കേട്ടോ. എനക്കായാലും ശ്രീയാടിനാണെങ്കിലും പിന്നെ എവിടെയെങ്കിലും പോകുന്ന കാര്യത്തിൽ പെട്ടെന്ന് എത്താനുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലൊരു പ്രശ്നമില്ല. ഞാൻ നാട്ടിൽ വന്നിട്ട് കാലാവസ്ഥ പൂർണ്ണമായി മാറി. അപ്പോൾ എൻ്റെ തൊണ്ടയൊന്നും ശരിയില്ല. അതുകൊണ്ട് വർത്തമാനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട് ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. എയർപോർട്ടിലെത്തിയിട്ട് അവിടെ ആദ്യം തന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു, പുറത്ത് തന്നെ ഇരുന്നു. പിന്നെയാണ് ഉള്ളിലോട്ട് പോയത്. ഉള്ളിലോട്ട് പോകുമ്പോൾ എല്ലാ പ്രാവശ്യം അത് എന്തിട്ടെന്നറിയില്ല, ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ ഭാഗത്തേക്കാണ് പിന്നെ പോകേണ്ടി വരുന്നത്. ഇങ്ങനെ പറയില്ലേ, ടെർമിനൽ 1 2 അങ്ങനെ പറയില്ലേ, അങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറേ ഞാൻ എയർപോർട്ട് വീഡിയോ ഇട്ടതിലെല്ലാം ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ 1 മണിക്കൂറുള്ള വീഡിയോ ആയിരുന്നു എടുത്തത്. അതിന് ഞാൻ എഡിറ്റ് ചെയ്ത് 5 മിനിറ്റ് ആക്കിയിട്ടാണ് ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായത് കാരണം അങ്ങനെ എടുത്താട്ടോ. എന്നിട്ട് അവിടെ ലോഞ്ചിൽ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുമായിരുന്നു. ഞാൻ എന്തൊക്കെയോ വെറൈറ്റി ഫുഡ് കുറച്ച് ഒട്ടും വേസ്റ്റ് ആക്കിയില്ല കേട്ടോ. എനിക്ക് എവിടെ നിന്ന് എങ്ങനെയായാലും ഫുഡ് വേസ്റ്റ് ആക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ലോഞ്ചിൽ നിന്ന് കേട്ടോ. ലോഞ്ച് സിസ്റ്റത്തിനെ പറ്റി ഞാൻ മുന്നേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആർക്കും അറിയാതെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ റെഡി ടു ഗോ എന്ന് പറഞ്ഞ് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ടൈമായി. എൻ്റെ തൊണ്ട വല്ലാണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവിടെ നല്ല തണുപ്പ്, ഇവിടെ നല്ല ചൂട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. ഇനി 3 മണിക്കൂർ ഇരിക്കണം. അപ്പോൾ നല്ല ക്ഷീണം പിടിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് വന്നത് ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് പോകാന്നിട്ട് അങ്ങനെ വന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് വന്നതെന്ന് വെച്ചാൽ രാവിലെ 11 മണിക്ക് വന്നാൽ രാത്രി 10:30ക്കാണ് ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റിലിരുന്നു, ബെൽറ്റൊക്കെ ഇട്ട് റെഡിയായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി സെൽഫി, ഫോട്ടോ, വീഡിയോ എല്ലാം എടുത്ത് എൻജോയ് ചെയ്തിട്ടാണ് എങ്ങനെയാലും പോകുന്നത്. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും വിടാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ കാണുന്ന ആ പെൺകുട്ടിയുടെ പുറകിലൊരു കുട്ടിയില്ലേ, ഞാൻ ലോഞ്ചിൽ പോയപ്പോൾ പരിചയപ്പെട്ടതായിരുന്നു. ഇവിടെ മാങ്ങാട്ട് ആണ് വീട്. അപ്പോൾ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഫോണിൽ വർത്തമാനം പറയുന്ന ലോഞ്ചിൽ നിന്ന് വർത്തമാനം പറയുന്നുണ്ട്, രണ്ടും മലയാളിയാണെന്ന് ചോദിച്ച് അങ്ങനെ പരിചയപ്പെട്ടതാണ്. ഓക്കെ. അപ്പോൾ എനിക്കെന്തോ ഒരു പല്ലിന് സാധാരണ ഒന്നും ബുദ്ധിമുട്ടില്ല, അതൊന്നും പല്ലിനെന്തോ വേദന പോലെ ഒന്നും അറിയില്ല, ഒരു സൈഡിൽ മാത്രം. എൻ്റെ പരാതിയും പരിഭവങ്ങൾ ശ്രീയേട്ടനോട് പറയുന്നു. ശ്രീയേട്ടൻ പിന്നെ ഏറ്റവും നല്ല കേൾവിക്കാരൻ എന്ന് പറഞ്ഞാൽ ശ്രീയേട്ടനാണ്. ഞാൻ എന്ത് പറഞ്ഞാലും കേട്ടിരിക്കും. അത് അങ്ങനെയും വേണ്ടേ അല്ലേ? ഇങ്ങനെ നമുക്ക് പറയാനൊരാൾ ഉറപ്പായിട്ടും വേണം, നമ്മളെ കേൾക്കാൻ ഒരാൾ വേണം അല്ലേ? അങ്ങനെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും ശ്രീയേട്ടൻ കേൾക്കും. പിന്നെ അതുകൊണ്ട് അതൊരു സമാധാനം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊന്നും എല്ലാവരും ഒന്നും ഇങ്ങനെ പുറകോട്ട് പോയിട്ട് പിന്നെ ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ രാത്രി വിൻഡോ വഴി താഴേക്ക് നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങിയും എഴുന്നേറ്റും ഫ്ലൈറ്റിൽ തന്നെ കുറച്ച് സമയം ഉറങ്ങുകയൊക്കെ ചെയ്തു. കണ്ണൂർ എയർപോർട്ടെത്തി. കണ്ണൂർ എയർപോർട്ട് കണ്ട വേഗം മനസ്സിലാവില്ലേ, തെയ്യത്തിൻ്റെ ചിത്രം, കഥകളി ചിത്രം, അത് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെ പെട്ടി വരാൻ വേണ്ടി കാത്തു നിന്നു. ഓരോ പെട്ടികളായി പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ 2 സൂട്ട് കേസ് ഞങ്ങളെടുത്ത് പുറത്തോട്ടിറങ്ങിയില്ല. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നത്, സ്ഥിരമായിട്ട് വിളിക്കുന്നൊരു ടാക്സി ഉണ്ട്.
പിന്നെ വീട്ടിൽ നിന്ന് വരും ആൾക്കാർ കൂട്ടാൻ വേണ്ടി. പക്ഷേങ്കിൽ അവരെ ഉറക്കം പോകുമെന്ന് പറഞ്ഞാൽ 2 മണിക്കാണ് ഫ്ലൈറ്റ് എത്തുന്നത്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഒരു 12 മണിക്കങ്ങ് വരണമല്ലോ. അപ്പോൾ 12 മണി 1 മണി 2 മണിയെല്ലാം നല്ല ഉറക്ക സമയമാണ്. അതുകൊണ്ട് നമ്മൾ കുറേ കാലമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, നമുക്കൊരു കുഴപ്പമില്ല. ടാക്സി അവർക്കാകുമ്പോൾ അത് അവരുടെ ജോലീൻ്റെ ഭാഗമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതാണ് ഞങ്ങൾക്ക് എപ്പോഴും ഇവരെ വരുന്ന നല്ല ഒരു ആളാണ്. ആർക്കും വേണമെങ്കിൽ നമ്പർ തരാം കേട്ടോ, വിളിക്കാം.